Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ചെറുകുന്ന് മുട്ടൽ റോഡിന് സമീപം ട്രാൻസ്ഫോമറിൽ നിന്നും ഓയിൽ മോഷണം. KCB അധികൃതർ കണ്ണപുരം പോലീസിൽ പരാതി നൽകി. 140 ലിറ്റർ ഓയിലാണ് മോഷണം പോയത്. പയ്യന്നൂർ പെരുമ്പ മുത്തപ്പൻ അറയുടെ എതിർവശത്ത് ഓവുചാലിന് സ്ലാബുകളില്ലാത്തത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഓവുചാൽ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള സ്ലാബുകൾ എടുത്തുമാറ്റിയത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. KSTP റോഡിലെ കുഴി നികത്താൻ നടപടിയില്ല. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴനട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ GLP സ്കൂൾ ഇന്നും അറിയപ്പെടുന്നത് തപാൽ സ്കൂൾ എന്നാണ്. 1912 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അന്ന് തപാൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. അധ്യാപനത്തോടൊപ്പം തപാൽ ഓഫീസിലെ പ്രവൃത്തികളെല്ലാം അധ്യാപകർ തന്നെ ചെയ്തതുകൊണ്ടാണത്രേ സ്കൂളിന് ഇന്നും തപാൽ സ്കൂൾ എന്ന പേര് വന്നത്. വാർത്തകൾ വിശദമായി. ചെറുകുന്ന് മുട്ടൽ റോഡിന് സമീപം ട്രാൻസ്ഫോമറിൽ നിന്നും ഓയിൽ മോഷണം. KCB അധികൃതർ കണ്ണപുരം പോലീസിൽ പരാതി നൽകി. 140 ലിറ്റർ ഓയിലാണ് മോഷണം പോയത്. ചെറുകുന്ന് മുട്ടൽ റോഡിന് സമീപം ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഓയിൽ മോഷണം പോയത്. പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് KCBയിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തി പരിശോധിച്ചപ്പോഴാണ് ഓയിൽ മോഷണം പോയതായി മനസ്സിലായത്. 4 വാറിനും വിളി വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയത്. നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിന് AB വെച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മൊത്തം ലൈനിൽ ട്രൈ ചെയ്ത് നോക്കി. ലൈനിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ആരും AB ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിച്ചാലാണ് ഇത് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറി ശ്രദ്ധിച്ചപ്പോഴാണ് ഓയിൽ ഊറ്റിയതാണെന്ന് മനസ്സിലായത്. 140 ലിറ്റർ ഓയിലാണ് മോഷ്ടിച്ചത്. കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ O ദിനൂപ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നമ്മൾ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. സംഭവത്തിൽ കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ പെരുമ്പ മുത്തപ്പൻ അറയുടെ എതിർവശത്ത് ഓവുചാലിന് സ്ലാബുകളില്ലാത്തത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഓവുചാൽ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള സ്ലാബുകൾ എടുത്തുമാറ്റിയത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണിയാവുകയാണ്. പയ്യന്നൂർ നഗരസഭയുടെ കവാടമാണ് പെരുമ്പ. നഗരം ഒരുവിധം മോടിയായി വരുമ്പോൾ ഇതിനപവാദമായി ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടാതെ വയ്യ. ഇത് പെരുമ്പ മുത്തപ്പൻ അറയുടെ എതിർവശമാണ്. ഇവിടെ ഓവുചാലിന് സ്ലാബുകൾ ഇല്ലാത്തത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. 2 ആഴ്ച മുൻപാണ് PWD അധികൃതർ ഓവുചാൽ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള സ്ലാബുകൾ എടുത്തുമാറ്റിയത്. ചിലയിടങ്ങളിൽ സ്ലാബുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും പലയിടത്തും സ്ലാബുകളില്ലാത്തത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണിയാവുകയാണ്. 2 ആഴ്ച മുമ്പേ ഈ ഓത്തി വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടിയിലെ സ്ലാബ് എടുത്ത് മാറ്റി. ഈ സ്ലാബ് വർണ്ണൻ ട്രേഡേഴ്സ് പയ്യന്നൂർ എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ഇട്ട സ്ലാബായത്. PWD കാർ ഇവിടെ ഇത് മാന്താൻ വേണ്ടി ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചിന്. അയാൾ മാന്തിയിട്ട് പോയതായത്. ഇതുവരെ ഇവിടെ സ്ലാബ് ഇട്ടിട്ടില്ല. ഇതിവിടെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പണിക്കാർക്ക് സാധനം ഇറക്കാനും കയറ്റാനും ഇല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇന്നലെ PWD ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു. ഓഫീസറും കോൺട്രാക്ടറും അവിടെ ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ ഇതുവരെ സ്ലാബ് വാർത്തിട്ടില്ല, വേഗം വാർത്തിടാന്നാണ്. ഇവിടെ എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല. നേരത്തെ വാർത്ത വെച്ച 3 സ്ലാബ് ഇട്ടുതരാൻ പറഞ്ഞിട്ട് അത് ഇന്നലെ വൈകുന്നേരം ഇട്ടുതരാൻ പറഞ്ഞു. ഇതുവരെ ഇട്ടിട്ടില്ല.
സ്ലാബുകളില്ലാത്തത് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറ്റിറക്ക് ജോലികൾ ചെയ്യുന്ന ചുമട്ടുതൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഓവുചാലിൽ പതിച്ച സംഭവമുണ്ടായി. ഇവിടെ സ്ഥാപിക്കേണ്ട സ്ലാബുകൾ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കെ അധികൃതർ കാണിക്കുന്ന അലംഭാവം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സിമെന്റ് ഇറക്കാൻ ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർണ്ണത്തിൽ പെയിന്റ് മറ്റു സാധനങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വലിയ വെയിറ്റ് 10-50 കിലോ വെയിറ്റ് എടുത്തിട്ട് വരുന്ന സമയത്ത് ശ്രദ്ധ ചെറിയ തെറ്റിപ്പോയാൽ ഈ ഓത്തിയിലേക്ക് കാല് തട്ടി വീഴുന്ന ഒരു സ്ഥിതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരില്ല നടന്നു പോകുന്ന വഴിയാണ്, വഴിയാത്ര കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് അധികൃതർ ഇത് ശരിയാക്കണമെന്ന് പറയാനില്ല. ഇതിനൊക്കെ ഒരു കാറ് ഇവിടെ വന്നിട്ട് ചെറിയ സൈഡ് താണു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് പറയാനില്ല. മഴ ശക്തമായാൽ സ്ലാബില്ലാത്ത ഓവുചാൽ നിറയാൻ സാധ്യത ഏറെയാണ്. അത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഏറ്റെടുത്ത ജോലി കൃത്യതയോടെ പൂർത്തിയാക്കാത്ത PWD അധികൃതർ എത്രയും വേഗം ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSTP റോഡിലെ കുഴി നികത്താൻ നടപടിയില്ല. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴ നട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ ഉദ്ഘാടനം ചെയ്തു. ഇലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ മഴ പെയ്തതോടെ പലയിടത്തും കുഴികളിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മേൽപ്പാലത്തിൽ ഉൾപ്പെടെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളടക്കം കുഴിയിൽ വീണ് ആളുകൾക്ക് പരിക്കേൽക്കുന്നതും പതിവ് കാഴ്ചയാണ്. റോഡിലെ കുഴികൾ അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴ നട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ ഉദ്ഘാടനം ചെയ്തു. റോഡ് ഞങ്ങൾ ശരിയാക്കിയെന്ന് ദേശാഭിമാനി പത്രത്തിലെ നാട്ടുവർത്തമാന പേജിൽ വാർത്ത വരാനാണ് MLA മുന്നേറുന്നതെങ്കിൽ ആ പ്രവൃത്തിയുമായി മുന്നോട്ട് വരുന്ന കൺസ്ട്രക്ഷൻ തൊഴിലാളികളെയും ആ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കരാറ് തൊഴിലാളികളെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് തന്നെ തടയുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ റോഡ് ശരിയാക്കുന്നുണ്ടെങ്കിൽ തക്കതായ മിശ്രിതം കൊണ്ട് റോഡ് എങ്ങനെയാണോ മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അതേ രീതിയിലുള്ള മെയിൻ്റെനൻസ് നടത്തണമെന്നാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. നിരവധി ജീവനുകളാണ് അടുത്തടുത്ത ദിവസങ്ങളിലായി KSTP റോഡിൽ പൊലിയുന്നത്. ഈ അപകടങ്ങൾ ഒഴിവാക്കുവാൻ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. പുത്തൻപുരയിൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. അക്ഷയ് പറവൂർ, മിഥുൻ കുളപ്പുറം, വിജേഷ് മാട്ടൂൽ, പ്രജീഷ് കീഴറ, സരീഷ് പുത്തൂർ, ശോഭിത്തേഴോം, ശ്രീരാഗ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിലെ GLP സ്കൂൾ ഇന്നും അറിയപ്പെടുന്നത് തപാൽ സ്കൂൾ എന്നാണ്. 1912 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അന്ന് തപാൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. അധ്യാപനത്തോടൊപ്പം തപാൽ ഓഫീസിലെ പ്രവൃത്തികൾ എല്ലാം അധ്യാപകർ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നതും. അങ്ങനെയാണത്രേ സ്കൂളിന് ഇന്നും തപാൽ സ്കൂൾ എന്ന പേര് വന്നത്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ 1912 സ്ഥാപിതമായ വിദ്യാലയമാണ് GLP സ്കൂൾ പയ്യന്നൂർ. ഇന്ന് പയ്യന്നൂരിലെ തേജസ് വസ്ത്രാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ആദ്യകാലത്ത് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. 1 മുതൽ 5 വരെ ക്ലാസുകളാണ് ഉണ്ടായിരുന്നത്. ഫീസ് കൊടുക്കാതെ പഠിക്കാൻ സാധിച്ചിരുന്നതിനാൽ പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഈ സർക്കാർ സ്ഥാപനത്തെ ആശ്രയിച്ചു. ആദ്യകാലത്ത് ആൺകുട്ടികൾക്ക് 3ാം തരം വരെ മാത്രമേ പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. അന്ന് പയ്യന്നൂരിൽ അധ്യാപികമാർ കുറവായിരുന്നതിനാൽ കണ്ണൂർ, തലശ്ശേരി ഭാഗത്തുള്ള മിസ്ട്രസുമാരാണ് ഇവിടെ സേവനമനുഷ്ഠിക്കാനെത്തിയിരുന്നത്. മുൻപ് തപാൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലായിരുന്നു സ്കൂൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഈ വിദ്യാലയം തപാൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ വിദ്യാലയം ആദ്യം ഉണ്ടായിരുന്നത് പയ്യന്നൂർ സെൻറ് മേരീസിന് സമീപത്തുള്ള കെട്ടിടത്തിലായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു തപാൽ ഓഫീസ്, പയ്യന്നൂരിലെ തപാൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. പിൽക്കാലത്ത് വിദ്യാലയം അവിടെ നിന്ന് മാറ്റുകയും മറ്റൊരു സ്ഥലത്തേക്ക് വാടക കെട്ടിടത്തിൽ തന്നെ വന്നു. ഇപ്പോൾ സ്വന്തമായി നഗരസഭ പണിത കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ആ തപാൽ എന്നുള്ള പേര് വിദ്യാലയത്തിന് നിലനിൽക്കുന്നുണ്ട്. പോസ്റ്റ് മാസ്റ്റർ കണ്ണൂർക്കാരനായ ചന്ദന വീട്ടിൽ അനന്തന്റെ പത്നി ശ്രീമതി TP ജാനകിയായിരുന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ്. അവരും കുടുംബവും താമസിച്ചിരുന്നത് വിദ്യാലയത്തിന് പിന്നിലുള്ള വീട്ടിലായിരുന്നു. അതുകൊണ്ട് ഈ വീടും തപാൽ വീട് എന്നറിയപ്പെട്ടു. ഇന്നത്തെ പഴയ ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറ് തേജസ് വസ്ത്രാലയം നിൽക്കുന്ന സ്ഥലത്തുള്ള വലിയ മരങ്ങൾ
പ്രത്യേകിച്ച് ഞാവൽ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വിദ്യാലയം ഉണ്ടായിരുന്നത്. അവിടുത്തെ ഹെഡ് മാസ്റ്ററും അതിൻ്റെ നേരെ എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററും ഒരാളായിരുന്നു. പോസ്റ്റ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററായി വന്നതുകൊണ്ടാണ് ഈ വിദ്യാലയത്തിന് തപാൽ സ്കൂൾ എന്ന പേര് വരാൻ കാരണം. നഗരസഭയുടെ അംഗൻവാടിയും ഈ കെട്ടിടത്തിലാണ് പഴയതുപോലെ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. പരേതനായ എൻ സുബ്രഹ്മണ്യ ഷെണായി, മകൾ എസ് ജ്യോതി, എം കെ ചിണ്ടൻകുട്ടി മാസ്റ്റർ, വി പി ധനഞ്ജയൻ, കെ എൻ കണ്ണോത്ത് തുടങ്ങി ധാരാളം പ്രമുഖർ തപാൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇത് GLP സ്കൂൾ അഥവാ തപാൽ സ്കൂൾ. സ്കൂളിനൊപ്പം തന്നെ തപാൽ ഓഫീസും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലം ഈ സ്കൂളിനുണ്ടായിരുന്നു. അധ്യാപനത്തോടൊപ്പം പോസ്റ്റ് ഓഫീസ് ജോലികളും ചെയ്തിരുന്നത് അധ്യാപകർ തന്നെയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ സ്കൂളിന് തപാൽ സ്കൂൾ എന്ന പേര് വീണത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ പയ്യന്നൂർ മേഖലാതല യാത്രയയപ്പ് സമ്മേളനവും കൺവെൻഷനും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടിയിലെ ജീവനക്കാർ അതീവ പ്രതിസന്ധിയിലാണെന്നും അവരുടെ ശമ്പള വർധനവ് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്നും DCC സെക്രട്ടറി AP നാരായണൻ പറഞ്ഞു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ പയ്യന്നൂർ മേഖലാതല യാത്രയയപ്പ് സമ്മേളനവും കൺവെൻഷനും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മിനിമം വേതനം ആക്ടിന്റെ ഉള്ളിൽ പോലും ഈ തുക വരുന്നില്ല. അതുപോലെയാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സഹകരണ ഫണ്ടില്ലേ, 230 രൂപയിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാവർക്കർമാർ. മാസങ്ങളായി അവരുടെ സമരം നടക്കുകയാണ്. ഗവൺമെന്റ് അതിലൊരു നിലപാടും സ്വീകരിക്കുന്നില്ല. പ്രസിഡന്റ് K സുമതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, മുനിസിപ്പൽ UDF ചെയർമാൻ A രൂപേഷ്, കോറോം മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കോറോം, P ലളിത, മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ അത്തായി പത്മിനി, EP ശ്യാമള, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് C പൂമണി, അങ്കണവാടി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിമാരായ KK ഗീത, P വിമല, KV ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. BJP കാങ്കോൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. BJP കണ്ണൂർ ജില്ലാ നോർത്ത് പ്രസിഡന്റ് വിനോദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJP കാങ്കോൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. താഴെക്കുറുന്തിലെ പാലറ്റ് ഫ്ലക്സ് കമ്പനിയിൽ നിന്നുള്ള മാലിന്യം പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുകയും വീട് വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി അടച്ചുപൂട്ടുവാനും ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയുമാണ് ധർണ സംഘടിപ്പിച്ചത്. K സുനിൽകുമാർ അധ്യക്ഷനായി. E പ്രദീപൻ, C നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പതിറ്റാണ്ടുകളോളം കൃഷി ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തി വന്നിരുന്ന പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2 വാർഷിക പദ്ധതികളിലായി 27 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരണം നടത്തിയത്. നീന്തൽ പരിശീലനത്തിനും പ്രഭാത സായാഹ്ന നടത്തത്തിനും സൗകര്യമുള്ള കുളവും പരിസരവും നവീകരിച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. 1.38 ഏക്കർ വിസ്തീർണമുള്ള കുളത്തിന് ചുറ്റുമായി 175 മീറ്റർ നടപ്പാത, ചുറ്റുമതിൽ 267 മീറ്റർ നീളത്തിൽ ഫെൻസിംഗ് എന്നിവ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ട പ്രവർത്തനത്തിന് 20 ലക്ഷം രൂപയും രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് 7 ലക്ഷം രൂപയുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസ് മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് മണ്ണ് സംരക്ഷണ ഓഫീസറാണ് കുളം നവീകരണം നടപ്പിലാക്കിയത്. വിനോദസഞ്ചാര സാധ്യത കൂടി കണക്കിലെടുത്ത് 5 ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക്, വ്യായാമ ഉപകരണങ്ങൾ എന്നിവ ക്രമീകരിക്കാനാണ് തുക വിനിയോഗിക്കുക. കാപ്പുകുളം പരിസരത്ത് നടന്ന ചടങ്ങ് M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിസ്ഥിതി ബജറ്റ് തന്നെ തയ്യാറാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പ്രകൃതി സൗഹൃദമായ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് ജലസംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും എല്ലാം മുൻനിർത്തി
ഒരു മിഷൻ തന്നെ രൂപീകരിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ജില്ലാ പഞ്ചായത്ത് അംഗം CK സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം PP കുഞ്ഞികൃഷ്ണൻ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ TP ആയിഷ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യപൂർവവുമായ പുഷ്പമാണ് നിശാഗന്ധി. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ ചെടി അനന്തശയനം എന്ന പേരിലാണ് മലബാർ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മകമലം എന്നാണ് നിശാഗന്ധിയുടെ സംസ്കൃത നാമം. നിശാഗന്ധി എന്ന പേരുപോലെ തന്നെ രാത്രിയിൽ മാത്രം വിടർന്ന് സുഗന്ധം പരത്തുന്ന ഒരു പുഷ്പമാണ് നിശാഗന്ധി. കള്ളിമുൾ ചെടികൾ ഉൾപ്പെടുന്ന കാക്ടേസിയ കുടുംബത്തിലെ അംഗമായ ചെടിയിൽ വർഷത്തിലെ ഒരു പ്രത്യേക കാലത്ത് മാത്രമാണ് പൂമുട്ടുകൾ പ്രത്യക്ഷപ്പെടുക. പൂക്കൾ പൂർണ്ണമായും വിടരാൻ അർദ്ധരാത്രിയാകും. വെള്ള നിറമുള്ള നിശാഗന്ധി ഭക്തിയുടെ പ്രതീകമായും ഉപയോഗിക്കാറുണ്ട്. നിരവധി കവികളുടെ കവിതാ സങ്കല്പത്തിലും വിടർന്ന് സൗരഭ്യം പരത്തിയ പുഷ്പം കൂടിയാണ് നിശാഗന്ധി എന്ന ബ്രഹ്മകമലം. ഇലയുടെ അറ്റങ്ങളിൽ രൂപം കൊള്ളുന്ന പൂമുട്ടുകൾ ഏകദേശം 20 ദിവസം കൊണ്ടാണ് വിരിയുന്നത്. ഏകദേശം 4 സെന്റിമീറ്റർ നീളമുള്ളതാണ് നിശാഗന്ധി പൂക്കൾ. ഓരോ ഇതളുകളും വിരിയുന്നതിനനുസരിച്ച് പൂക്കളുടെ സൗരഭ്യം നാലുപാടും വ്യാപിക്കും. ഈ പൂക്കൾക്ക് ഒരു രാത്രി മാത്രമേ ആയുസുള്ളൂ. വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളുടെ പട്ടികയിൽ ഒറ്റ രാത്രിയുടെ രാജകുമാരിയായ നിശാഗന്ധി ഇടം പിടിച്ചിട്ടുണ്ട്. BJP കാങ്കോൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഘ കൺസ്ട്രക്ഷൻസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് മാസ്റ്റർ നേതൃത്വം നൽകി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് BJP കാങ്കോൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കമ്പനിയിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലം കാരണം പ്രദേശവാസികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ നൽകിയ പരാതിയിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ കണ്ണൂർ നോർത്ത് BJP ജില്ലാ പ്രസിഡന്റ് വിനോദ് മാസ്റ്റർ, മണ്ഡലം പ്രഭാരി നാരായണൻ, പെരിങ്ങോം മണ്ഡലം ജനറൽ സെക്രട്ടറി K സുനിൽകുമാർ, കാങ്കോൽ മേഖലാ BJP പ്രസിഡന്റ് E പ്രദീപൻ എന്നിവർ മേഘ കൺസ്ട്രക്ഷൻ ഓഫീസറുമായി സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 9 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് 10 ഗ്രൂപ്പുകൾക്കായി 60 ചെണ്ടകൾ വിതരണം ചെയ്തത്. വാദ്യമേഖല തൊഴിൽ ചെയ്യുന്നവർക്കാണ് ചെണ്ട വിതരണം ചെയ്തത്. ഗുണഭോക്തൃ വിഹിതം 45,000 രൂപയും ഇതിൽ ഉൾപ്പെടും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ പഞ്ചായത്തുകളിൽ നടത്താൻ പറ്റുന്ന നിരവധി ശ്രദ്ധേയമായ വനിതാ ഗ്രൂപ്പുകൾ നമ്മുടെ ജില്ലയിൽ, നമ്മുടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 10 ഗ്രൂപ്പുകളെയാണ് തിരഞ്ഞെടുത്തത്. അവരുടെ ഗുണഭോക്തൃ വിഹിതമടക്കം അതിൻ്റെ സിംഹഭാഗം നമ്മുടെ ഓൺ ഫണ്ടിൽ വെച്ച് അങ്ങനെയാണ് 50 ചെണ്ടകൾ 10 ഗ്രൂപ്പുകൾക്കായിട്ട് ഇന്നിവിടെ ഈ ചടങ്ങിൽ വെച്ച് കൈമാറുന്നത്. കല്യാശ്ശേരി ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ നൂതനമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരമാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 ഗ്രൂപ്പുകൾക്കായി 60 ചെണ്ടകളാണ് വിതരണം ചെയ്തത്.
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ വി രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രേഷ്മ പരാഗൻ, ഒ വിജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ, SC പ്രൊമോട്ടർ ശ്രുതി രാഗ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനായി M രാജഗോപാലൻ MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറി തുറന്നു. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിശ്രമമുറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനായി 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിശ്രമമുറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വല്ലാത്തൊരു വിഷമാവസ്ഥയിലെ അപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മുടെ മുൻ ഫയർ ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീനാഥ് ഇവിടുത്തെ ഒരു അപര്യാപ്തതയെക്കുറിച്ച്, കെട്ടിടത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സ്വതന്ത്രമായി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം ഫണ്ടിന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ടോക്കൺ എമൗണ്ടിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ P രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ, കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ, ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സെക്രട്ടറി PV പവിത്രൻ, ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ MK ശ്രുതി, തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. വിശ്രമമുറി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച കരാറുകാരനെ ചടങ്ങിൽ ആദരിച്ചു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കഥാസമാഹാരം രചിച്ച തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരന് റിക്രിയേഷൻ ക്ലബിന്റെ ഉപഹാരവും MLA ചടങ്ങിൽ വെച്ച് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയതായി രൂപീകരിച്ച പയ്യന്നൂർ ടൗൺ ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം ജൂൺ 14 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് തായ്നേരി ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കും. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാറമേലിലെ റീന PVക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറൽ ജൂൺ 20 വെള്ളിയാഴ്ചയും നടക്കുമെന്ന് ലയൺസ് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318E നിലവിലുള്ള ക്ലബ്ബുകളിൽ അംഗങ്ങളെ ചേർത്തുകൊണ്ടും പുതിയ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ടും മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി ഡിസ്ട്രിക്ട് 318Eയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പുതിയ അംഗങ്ങളെ ചേർക്കുന്നതോടൊപ്പം പയ്യന്നൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതലും യുവാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പയ്യന്നൂർ ടൗൺ ലയൺസ് ക്ലബ്ബ് എന്ന പേരിൽ പുതിയതായി രൂപീകരിച്ച ക്ലബ്ബ് ജൂൺ 14 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തായ്നേരി AV കരുണാകരൻ മെമ്മോറിയൽ ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ഡിസ്ട്രിക്ട് ഗവർണർ രാമചന്ദ്രൻ KV ഉദ്ഘാടനം ചെയ്യും. കാറമേൽ 38-ാം വാർഡിലെ റീന PVക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറൽ ജൂൺ 20 വെള്ളിയാഴ്ച ഡിസ്ട്രിക്ട് ഗവർണർ രാമചന്ദ്രൻ KV നിർവഹിക്കും. ജൂൺ 20 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തായ്നേരി AV കരുണാകരൻ മെമ്മോറിയൽ ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കും. പ്രസിഡന്റായി മനോഹരൻ PV, സെക്രട്ടറിയായി ജയപ്രകാശ് K, ട്രഷററായി ദാമോദരൻ നമ്പ്യാർ KP എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രമോദ് പുത്തലത്ത്, അനൂപ് V, വൈശാഖ് PV, സുരേഷ് കോർമത്ത്, P ഗംഗാധരൻ, TCV ദിനേശൻ, മനോഹരൻ PV, ജയപ്രകാശ് K, ദാമോദരൻ നമ്പ്യാർ KP തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗണിതം മധുരതരമാക്കിയ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ ഏകദിന ശില്പശാല ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്തിലെ ഏക ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഗണിതം മധുരതരമാക്കി കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിലെ ഏകദിന ഗണിത ശില്പശാല ഏറെ ശ്രദ്ധേയമായി. ശില്പശാലയിൽ കുട്ടികൾ തയ്യാറാക്കിയത് വിവിധ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മേശകളാണ്. പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ച ജാമിതീയ രൂപങ്ങളും വിവിധ ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവും ചുറ്റളവും നിത്യജീവിതത്തിൽ ബന്ധപ്പെടുത്തുകയായിരുന്നു ശില്പശാലയിൽ. ഗണിതം മധുരമാക്കുവാനുതകുന്ന വിധം വിവിധ പ്രവർത്തനങ്ങളാണ് ശില്പശാലയിൽ ഒരുക്കിയത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ ഏക ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായാണ് ഗണിത ശില്പശാല സംഘടിപ്പിച്ചത്. KV രാജൻ മാസ്റ്റർ, സൈനുദ്ദീൻ മാസ്റ്റർ, വസന്ത ടീച്ചർ, VM സഫീന ടീച്ചർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികൾ അവരുടെ ഗണിത ശാസ്ത്ര പുസ്തകത്തിൽ പഠിക്കുന്ന ഗണിത ആശയങ്ങൾ, ജാതീയ രൂപങ്ങൾ, അതിൻ്റെ പരപ്പളവ്, ചുറ്റളവ്, ഈ കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് പഠിച്ച കാര്യങ്ങൾ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ ഗണിത ആശയങ്ങൾ അവരിൽ ഉറപ്പിക്കുക എന്നതാണ് ക്രിയേറ്റീവ് കോർണറിൻ്റെ ലക്ഷ്യം തന്നെ.
നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ അവസാന പദ്ധതി രൂപീകരണ ഗ്രാമസഭ സ്വാമിമുക്കിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ അവസാന പദ്ധതി രൂപീകരണ ഗ്രാമസഭ സ്വാമിമുക്ക് കക്കിരിയാട് വായനശാലയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷീബ ദിവാകരൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എം സതീശൻ മാസ്റ്റർ പദ്ധതികൾ വിശദീകരിച്ചു. വാർഷിക പദ്ധതി അവലോകനത്തിന് പുറമെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങൾ, കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ, വിജ്ഞാന കേരളം, തൊഴിൽമേള തുടങ്ങിയ അജണ്ടകളായിരുന്നു ഗ്രാമസഭയിൽ വിശദീകരിച്ചത്. ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധി പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർമാരായ സി രമേശൻ, ഇ രാജൻ, പി എം വത്സല, ലീലായം, ശീതള കെ വി, ആസൂത്രണ സമിതി അംഗങ്ങളായ ടി വി വിജയൻ, പി വി ബാലൻ, ടി തമ്പാൻ, കെ സതീശൻ, കോർഡിനേറ്റർ എം സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കൊടക്കാട് ഗ്രാമകം തിയേറ്റേഴ്സിന്റെ ലഹരിവിരുദ്ധ നാടകം ചൂണ്ട നാടകയാത്രയ്ക്ക് കൊടക്കാട് KMVHSSൽ തുടക്കമായി. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകൻ പി കുഞ്ഞിക്കണ്ണൻ നാടകയാത്ര ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് ഗ്രാമകം തിയേറ്റേഴ്സിന്റെ ലഹരിവിരുദ്ധ നാടകം ചൂണ്ട നാടകയാത്രയ്ക്ക് കൊടക്കാട് KMVHSSൽ തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകൻ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തുള്ള മൂല്യച്യുതികളെ പ്രതിപാദിച്ചുകൊണ്ടും സാംസ്കാരികപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹണത്തിൽ പൗരന്മാർ ഏറ്റെടുക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചായാലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പുതുതലമുറ ഏറ്റെടുക്കേണ്ടതായ കാര്യങ്ങളായാലും ഇങ്ങനെ നാനാവിധമായ കാര്യങ്ങൾ ഊന്നിയുന്നുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ സാംസ്കാരിക രംഗത്ത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മുദ്രപതിപ്പിച്ച ഒരു സാംസ്കാരിക നികേതനമാണ് നമ്മുടെ ഗ്രാമകം തിയേറ്റേഴ്സ്. PTA പ്രസിഡന്റ് ഇ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ടി കാഞ്ചന ടീച്ചർ, മറ്റു അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ലഘുനാടകയാത്ര സംഘടിപ്പിച്ചത്. പൊള്ളപ്പൊയിൽ ALPS, കുഞ്ഞിപ്പാറ, പാടിക്കൽ GUPS എന്നിവിടങ്ങളിലൊക്കെ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കൊടക്കാട് ഗ്രാമകം തിയേറ്റേഴ്സിന്റെ ചൂണ്ട എന്ന ലഹരിവിരുദ്ധ നാടകം അതിന്റെ അവതരണ ഭംഗി കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. ആദ്യ അവസാനം കാണികളെ പിടിച്ചിരുത്തുന്നതാണ് ഈ ലഘുനാടകം. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ ശക്തമായ സന്ദേശമുയർത്തുകയാണ് കൊടക്കാട് ഗ്രാമകം തിയേറ്റേഴ്സിന്റെ ചൂണ്ട എന്ന് പേര് നൽകിയ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ലഘുനാടകം. ലഹരിയുടെ ദൂഷ്യവശങ്ങൾ പുതിയ തലമുറയെയും കുടുംബങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നാടകം. സൂക്ഷ്മമായ രംഗാവതരണം കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഇരുത്തി ചിന്തിപ്പിക്കും. അഭിനേതാക്കളുടെ മെയ്വഴക്കം വിഷയത്തിന്റെ ഗൗരവം കാണികളെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. സുരേഷ് ബാബു കൊടക്കാടാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. എന്നത്താൻ കേസുകോട് ഫെയിം രാമചന്ദ്രൻ മല്ലക്കര, പ്രശസ്ത ഏകാംഗ നാടക അഭിനേതാവ് അശോകൻ പെരിങ്ങാര, ജനൻ പട്ടർ, ദിനേശ് കൊടക്കാട്, രമേശൻ പുന്നക്കോടൻ, ശ്രീയേഷ് കൊടക്കാട്, അമൽദേവ്, അരുൺ എന്നിവരാണ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സർവേ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പറും സിനിമാ താരവുമായ PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഉറവിട നശീകരണമാണ് മുഖ്യ മാർഗമെന്ന് തെളിയിച്ചുകൊണ്ട് പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ ശുചിത്വ വീടിനെ കണ്ടെത്തി പുരസ്കാരം നൽകുന്ന പ്രവർത്തനം ഇക്കുറി 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മൂല്യനിർണ്ണയത്തിന് ശേഷം ഗ്രാമസഭയിൽ വെച്ചാണ് ശുചിത്വ വീടിനുള്ള പുരസ്കാര സമർപ്പണം നടക്കുക. പരിപാടിയുടെ ഭാഗമായുള്ള സർവേ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സിനിമാ താരവുമായ PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പ്രവർത്തകർ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, ആശാവർക്കർമാർ എന്നിവർ ഗൃഹസന്ദർശനത്തിൽ പങ്കാളികളായി. PV ദേവരാജൻ, K ബാലചന്ദ്രൻ, MK ഹരിദാസ്, പ്രകാശൻ ചന്ദേര, രജിഷ, സീമ, വത്സരാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചുണ്ട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചുണ്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ നിഷ ടീച്ചർ നേതൃത്വം നൽകി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചുണ്ട NSS യൂണിറ്റ് ചുണ്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയും ശുചീകരിക്കുകയും ചെടികൾ നട്ട് സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ റഷീദ ടീച്ചർ, അധ്യാപകരായ ഷിജൻ, വിനീത്, ഹരീഷ്, ഉമാ മഹേശ്വരി, നിഷ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകുന്ന് മുട്ടൽ റോഡിന് സമീപം ട്രാൻസ്ഫോമറിൽ നിന്നും ഓയിൽ മോഷണം. KSEB അധികൃതർ കണ്ണപുരം പോലീസിൽ പരാതി നൽകി. 140 ലിറ്റർ ഓയിലാണ് മോഷണം പോയത്. പയ്യന്നൂർ പെരുമ്പ മുത്തപ്പൻ അറയുടെ എതിർവശത്ത് ഓവുചാലിന് സ്ലാബുകളില്ലാത്തത് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഓവുചാൽ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുള്ള സ്ലാബുകൾ എടുത്തുമാറ്റിയത് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. KSTP റോഡിലെ കുഴി നികത്താൻ നടപടിയില്ല. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴനട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ GLP സ്കൂൾ ഇന്നും അറിയപ്പെടുന്നത് തപാൽ സ്കൂൾ എന്നാണ്. 1912 സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അന്ന് തപാൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. അധ്യാപനത്തോടൊപ്പം തപാൽ ഓഫീസിലെ പ്രവൃത്തികളെല്ലാം അധ്യാപകർ തന്നെ ചെയ്തതുകൊണ്ടാണത്രേ സ്കൂളിന് ഇന്നും തപാൽ സ്കൂൾ എന്ന പേര് വന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.